നമ്മൾ ഇന്നൊരു ചിക്കൻ ചുക്ക ഉണ്ടാക്കുന്നത്. പിന്നെ എങ്ങനെയാണെന്ന് നോക്കുക. ആദ്യം ഒരു ചീനച്ചട്ടി വെച്ച് അതിൽ കുറച്ച് എണ്ണ വെച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതക്കിയതിട്ട് അതിൻ്റെ മേലെ കുറച്ച് വലിയുള്ളി നല്ലോണം ചുവപ്പിച്ച് ചുവച്ചിട്ട് ആ എണ്ണയെ നിങ്ങൾ കോരിയെടുത്ത് വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റുക. നല്ലോണം ചുവന്ന് വന്നിട്ടുണ്ട്. വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റണം. അതവിടെ വെച്ച് നമ്മൾ വേറൊരു ചട്ടി എടുത്ത് വെച്ച് ചിക്കൻ ഉണ്ടാക്കേണ്ട ഒരു ചട്ടി, അതിലാദ്യം ഉള്ളി വാട്ടിയ വെളിച്ചെണ്ണയാണ് അത് പാർന്നത്. അതിൽ കുറച്ച് ചെറിയുള്ളിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവും. അതിനാ ചെറിയുള്ളി ഇടുന്നത്. വലിയുള്ളി അങ്ങനെ ടേസ്റ്റ് കിട്ടില്ല. ചിക്കന് കൂന്തലിന് എല്ലാം ചെറിയുള്ളിയാണ്. നല്ലോണം ഒന്ന് വാടി വരുമ്പോൾ കുറച്ച് മഞ്ഞപ്പൊടി, ചിക്കൻ മസാല, കുരുമുളക് പൊടി, മല്ലിപ്പൊടി, കാശ്മീർ മുളക് പൊടി, ഉപ്പ് പൊടി എല്ലാം ഇട്ട് നല്ലോണം ഒന്ന് വറുത്തെടുത്ത് അതിൻ്റെ മേലെ കുറച്ച് കറിവേപ്പിലയും വെച്ച് മേലെ ആദ്യം പെരക്കി വെച്ച ചിക്കൻ ഞാൻ കുറച്ച് നേരം നല്ല മസാല എല്ലാം പെരക്കി വെച്ചതാണ് മുളക് പിടിക്കണ്ടിട്ട്. ആ ഉള്ളീൻ്റെ മേലെ വെച്ച് കുറച്ച് മല്ലിച്ചപ്പും കറിവേപ്പിലയും ആദ്യം വാട്ടി വെച്ച ഉള്ളിയും അതിൻ്റെ മേലെ വെച്ച് കൊടുക്കുക. നല്ലോണം ഒന്നവിടെ മൂടി വെക്കുക. കുറച്ചുകൂടി മല്ലിച്ചപ്പ് മേലെ വെച്ചതാ. നല്ലോണം മൂടി വെച്ച് തീ ഒന്ന് കുറച്ച് വെക്കുക. തീ കൂട്ടരുത്, അന്നേരം അടി പിടിച്ചവും കരിഞ്ഞു പോവും. ഇത് ആവിന്ന് വെന്ത് വരണം. നമുക്ക് നോക്കുക. നല്ലോണം ആയി വന്നിട്ടുണ്ട്. നല്ലോണം ഒന്ന് ഇളക്കുക. നല്ലോണം ഒന്ന് ഇളക്കി ഒന്നുകൂടി മൂടിയവിടെ വെക്കുക. ഒന്നുകൂടി മൂടിയവിടെ വെച്ച് ഇറക്കാൻ നേരത്തെ കുറച്ച് കറിവേപ്പിലയും മല്ലിച്ചപ്പും മേലെ വെച്ച് ഒന്നുകൂടി അവിടെ മൂടി വെച്ച് തീ ഓഫാക്കി അങ്ങനെ നമ്മളെ ചിക്കൻ ചുക്ക റെഡിയായി. ഞാനിവിടെ പുട്ടിൻ്റെ കൂടെയാണ് കഴിക്കുന്നത്. നമുക്ക് എന്തോന്നോട് വേണമെങ്കിലും കൂട്ടി കഴിക്കാം. ചോറിന് വേണമെങ്കിലും, വെള്ളാപ്പത്തിനായാലും ചപ്പാത്തിക്കായാലും എന്തിനു വേണമെങ്കിലും കൂട്ടി കഴിക്കാം. ഞാനിന്നിവിടെ പുട്ടാണ് കഴിക്കുന്നത്. നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എന്തെങ്കിലും തെറ്റുകുറ്റുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കണം. ഞാൻ ആദ്യമായിട്ടൊരു ചാനൽ തുടങ്ങിയതാണ്. എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. ഞാനും അങ്ങോട്ട് സപ്പോർട്ട് ചെയ്യും. താങ്ക് യു.